നമുക്കിത് പെട്ടെന്നൊരു ബർഗർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പെട്ടെന്ന് തന്നെ ഇട്ടാം. കുറച്ച് ചിക്കന് ബോൺലെസ് എന്ന് വെച്ചാൽ എല്ലില്ലാത്ത ചിക്കൻ എടുത്തുകൊണ്ട് കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ 2 ഉണക്കമുളക്, കുറച്ച് കുരുമുളക്, വലിയ ഉള്ളി, വെളുത്തുള്ളി, ഒരു നാരങ്ങ നീര്, ഇതെല്ലാം കൂടി ഇതിലേക്കാണ് തട്ടാം. നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടോ. ആവശ്യത്തിലുള്ള ഉപ്പും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് നല്ലോണം എന്താ ചെയ്യുക, ഒന്ന് കറക്കിയിട്ട് വരാം. അപ്പോൾ നല്ല പേസ്റ്റ് രൂപമാവും. കണ്ടില്ല, നല്ല പേസ്റ്റ് ആയിട്ടുണ്ടോ? ഇതൊരു പാത്രത്തേക്ക് മാറ്റാം. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ഒരുപാട് കുഴക്കല്ല, നമ്മൾ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ആക്കി എടുക്കണം. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊരു മൈദ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ക്രംസ് എന്തെങ്കിലും ചേർത്തിട്ട് ഒന്ന് പിടിക്കാം. ഒരു 2-3 സ്പൂണൊക്കെ മതി കേട്ടോ. ഒരുപാട് മൈദ ഇട്ടാലും വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കൈ കൊണ്ടൊന്ന് പിടിക്കുന്ന രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ അത് കുറച്ച് മൈദ ഒക്കെ ചേർത്തിട്ട് ഒന്ന് തട്ടിട്ട് ഇനി കുറച്ച് ഓയിൽ ചേർത്തിട്ട് നമുക്ക് എന്താ 3 4 നമുക്ക് വേണ്ട വെച്ചതിനനുസരിച്ചിട്ട് പരത്തട്ടോ. ബർഗർ ബണ്ണിൻ്റെ ഒക്കെ ആ ഒരു സൈസൊക്കെ ആക്കിയെടുത്താൽ മതി. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടോ, നല്ല ഒന്ന് സെറ്റായി. അതായത് പൊരിച്ചെടുക്കാൻ സുഖമാണ്, സെറ്റായാൽ കണ്ടില്ലേ, നല്ല അങ്ങനെ ആടി വീഴത്തില്ല. പക്ഷേ നല്ല ചൂടുള്ള എണ്ണ കിട്ടാൻ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ രാവിലെ റെഡിയാക്കി വെച്ചപ്പോൾ പിന്നെ അത് ഫ്രീസറിൽ വെച്ചെന്നുള്ളൂ. അപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തിരിച്ചു മറിച്ച് നല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഓരോന്ന് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇതാക്കണ്ട, അപ്പോൾ പിന്നെ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഒരു ബ്രൗൺ, ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എടുക്കാം. അതിലേക്ക് കുറച്ച് പച്ചക്കറിയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ അനുസരിച്ച്. ഇത് കുറച്ച് മയോണീസാണ്, അതിലേക്ക് ഞാൻ കെച്ചപ്പാണ് ആഡ് ചെയ്തത്. ചീസുണ്ടെങ്കിൽ ചീസ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചീസിൽ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരോ ചീസ് കയ്യിലില്ലാത്ത സമയത്താണെങ്കിൽ മയോണീസ് ചേർക്കാവുന്നതാണ്. ഇത് കുറച്ച് മൈദയാണ്, 1 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും കുറച്ചൊരു ടേബിൾ സ്പൂണ് മുളകും പൊടിയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമ്മൾ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ലൂസ് പരുവത്തിൽ വെള്ളം മറന്നുകൊണ്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. ഇത് നമ്മൾ കോൺഫ്ലേക്സ് ആണ്. കോൺഫ്ലേക്സ് ഒന്ന് പൊടിച്ചതാണ്, കൈ വെച്ച് തന്നെ പൊടിച്ചത് കേട്ടോ. മിക്സിയിലോട്ട് കറക്കരുത്, അപ്പോൾ പിന്നെ പറ്റപ്പൊടിയായിപ്പോൾ. അപ്പോൾ നമ്മൾ ബണ്ണ് ഇതാ നടു കീറി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മയോണൈസ് ചേർത്തിട്ട് നമ്മൾ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചേർക്കുക. ബർഗർ ലീഫൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആവും കേട്ടോ. ബർഗർ ലീഫ് ഇപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് തക്കാളി, ഉള്ളി, ക്യാപ്സിക്കൊക്കെ ചേർത്തിട്ട് വെക്കുന്നുണ്ട്. ക്യാരറ്റ് വേണ്ടവർക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. മയോണൈസ് 2 ബണ്ണിലും മുകളിലെയും താഴെ ബണ്ണിലും പുരട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കോട്ടിങ്ങിന് വേണ്ടി റെഡി വെച്ചില്ല മൈദയുടെ ഒരു കൂട്ട്, അതിലിട്ടൊന്ന് മുക്കിയെടുക്കുക. ഈ മുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ബണ്ണ് നനയുന്ന സമയത്ത് പെട്ടെന്നാണ്ട് അലിഞ്ഞ് ഇതാവും. അപ്പോൾ പെട്ടെന്ന് സ്പിള് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ പിന്നെ ഈ ഫ്ലേക്സ് കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അവിടെ സെറ്റായി നിന്നോളും. ഈ ഫ്ലേക്സിൽ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക. അങ്ങനെ എല്ലതും ഞാൻ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ബർഗറിൻ്റെ ചിക്കൻ പൊരിച്ചെടുത്തല്ലോ, ആ എണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ആക്കിയെടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് നേരം ഫ്രൈ ആക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നാണ്ട് കളർ മാറിയെന്ന് കണ്ടാൽ നമുക്ക് എടുക്കട്ടെ. അതിലൊന്നും വേവാനൊന്നുമില്ല, ജസ്റ്റ് ഒന്നാണ്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചൂടുള്ള എണ്ണയിൽ ഇട്ടിട്ടുള്ളത്. ഇതിങ്ങനെ കൊടുത്താൽ കോൺഫ്ലേക്സ് കൊടുത്താൽ നല്ല രസമല്ല, നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാ ബർഗറിനെ കാട്ടി ഒന്നും കൂടി ഒരു കൂടുതലൊരു രസമുണ്ടാവും. അപ്പോൾ ഓക്കെ, ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് തിരിക്കുമ്പോഴും മറിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, പൊട്ടി പോകാതിരിക്കാൻ. ഇതെല്ലാം നല്ല സെറ്റായിട്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല അടിപൊളി ഡിഷാണ്. ഒരാൾക്ക് ഒന്ന് കഴിച്ചാൽ മതി, വയറ് ഫുള്ളായിക്കോളും. ഓക്കെ, താങ്ക് യു.